ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസ്. അതിൽ എണ്ണ ഇടുക, എണ്ണ ഇട്ട് കഴിഞ്ഞ് ചോപ്ഡ് ഓനിയൻസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഷിമിജി മഷ്റൂംസ് ഇടുക, അത് കഴിഞ്ഞ് കാപ്സിക്കം 2 കളർ ഇടുക, ക്യാരറ്റ് ഇടുക, പനീരിട്ട് മിക്സാക്കി അതിനൊന്നിച്ച് 1 സ്പൂൺ സോയാ സോസും സാൾട്ടും പെപ്പർ ഇട്ട് നല്ല ചെയ്ത് മിക്സ് ചെയ്യുക. ഇതൊന്ന് വെള്ളം റിലീസ് ചെയ്തുകൊണ്ടിരിക്കും ഈ വെജിറ്റബിൾസിന്, എന്നാലും ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തിക്ക് കൺസിസ്റ്റ് ആകുമ്പോൾ ഓക്കെ ആയി സൈഡിലേക്ക് വെക്കുക, വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഡംപ്ലിങ്ങിൻ്റെ ഭാഗം തുടങ്ങുകയാണ്. ഇപ്പം അത് ആ സൈഡ് വെച്ച് ഇനിയിപ്പം ഞങ്ങൾക്ക് ഡംപ്ലിങ്ങിലേക്ക് തുടങ്ങാം. ആകെ 4 ഇൻഗ്രീഡിയൻസാണ് വേണ്ടുന്നത്. ഇതിന് മൈദ, ഉപ്പ്, വെള്ളം, എണ്ണ. ഇതിൽ ഞാനിപ്പം മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം നോർമൽ വാട്ടറാണ്, പക്ഷേ വാം വാട്ടർ ഉപയോഗിച്ചാലും നല്ലതാണ്, നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടും, സ്മൂത്ത് ഫിനിഷായിട്ട്. ഇതിപ്പം ഞാൻ ഈ ബീറ്റിംഗ് ചെയ്യുന്ന എന്താ പറഞ്ഞാൽ എയർ ബബിൾസ് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് എണ്ണ തൊട്ട് മിക്സ് ചെയ്താലില്ലേ നല്ലൊരു സ്റ്റിക്കി ഫിനിഷ് ഇതാവും. അത് കഴിഞ്ഞ് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഒരു 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് ഇപ്പം ബ്ലൂമിങ് ആയി കഴിഞ്ഞ് ഇനിയിപ്പം അതിനെ ചപ്പാത്തീൻ്റെ രീതിയിലാക്കാൻ തുടങ്ങുക. വലുതായി പരത്തി വെച്ച് പിന്നെ അതിന് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ സീലോ അതിൽ സീൽ അടിച്ച് ഡംപ്ലിങ് റെഡിയായി. ഇനിയിപ്പോൾ ഫില്ലിങ് എടുക്കുക. ഇപ്പോഴും ഞാൻ ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്തിപ്പോയി ഓക്കെ. അപ്പം ഞാനിത് ഇത്രയൊക്കെ ചെയ്തിരുന്നു. അതിൽ ഫില്ലിങ് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഫില്ലിങ്ങിന് ഇട്ട് ക്ലോസ് ആക്കി വെച്ച് ഡംപ്ലിങ് റെഡി. ഇനി സ്റ്റീം ചെയ്യുക. ഈ സ്റ്റീമിങ് കഴിഞ്ഞാൽ പിന്നെ റെഡി. അതിഗംഭീരം രുചിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല.